നമ്മൾ എന്തു പറയും? എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ? എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ? ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യാശ ദൈവം വെച്ചിട്ടുണ്ട്. എന്താ പ്രത്യാശ? കർത്താവ് വരും, നമ്മൾ എന്ത് ചെയ്യും? നാം എല്ലാം അവനോട് കൂടെ എടുത്ത് കൊള്ളപ്പെടും, അല്ലേ? ഏറ്റവും, അതായത് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത, ആർക്കും അതെങ്ങനെയെന്ന് വ്യക്തമായി വിവരിക്കാൻ കഴിയാത്ത, എന്നാൽ ഏറ്റവും വലിയ വാസ്തവമായ ഒരു സത്യമാണ് വിശുദ്ധ വേദപുസ്തകം പ്രത്യാശയായി നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരും അപ്രകാരം നിദ്ര കൊണ്ടവരെയും ചേർക്കുവാൻ നമ്മുടെ കർത്താവ് എവിടെ വരും? മധ്യാകാശം വരും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ഉപദേശത്തെ സംബന്ധിച്ച് ക്രിസ്തീയ മണ്ഡലത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്ന ആളുകൾക്ക് തന്നെ വ്യക്തമായ ഒരു ചിത്രമില്ല. അവരതിനെ ഒരു പദം ഉപയോഗിക്കുക. എടുത്തുകൊള്ളപ്പെടലിന് ബൈബിളിൽ ഇല്ലാത്തൊരു പദമാണ് റാപ്ചർ. പ്രൈസ് ദി ലോർഡ്. ബൈബിളില് റാപ്ചർ എന്നൊരു പദം ഇല്ല. പക്ഷേ റാപ്ചർ എന്ന് മനുഷ്യൻ പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു പ്രതിഭാസത്തെയാണ്. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്ന കോട്ട് അപ്പ് എന്നാണ്, അല്ലെങ്കിൽ സ്നാച്ചിങ് അവേ, തട്ടിക്കൊണ്ടു പോവുക. അപ്പൊ നമ്മളെ ആരോ ഈ ഭൂമിയിൽ നിന്ന് അവർ വന്ന് അവരുടെ ബലം ഉപയോഗിച്ച് എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് സ്നാച്ചിങ് അവേ, മലയാളത്തിൽ എടുത്തുകൊള്ളപ്പെടൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കോട്ട് അപ്പ് എന്നാണ് പറയുന്നത്, എടുത്തുകൊള്ളപ്പെടുക. അപ്പൊ നമുക്കിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒന്ന് പഠിച്ചാലോ? കാരണം അത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് എടുത്തുകൊള്ളപ്പെടൽ? ആരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്? എടുത്തുകൊള്ളപ്പെടലിന് ശേഷം നമ്മൾക്ക് ഉള്ള ഭാഗ്യം എവിടെയാണ്? നമ്മൾ എന്താണ് നമുക്ക് വരുവാൻ പോകുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാൻ വേണ്ടി 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാമത്തെ അധ്യായം 16, 17, 18 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. അടുത്ത വാക്യം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം നാം ആശ്വസിപ്പിക്കണം. ഓ പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം ആശ്വസിപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമുക്ക് ആശ്വാസം കെട്ടുപോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നാം നിരാശയിൽ പോകുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ നാം പറയണം, ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കണം. ഇത് പറഞ്ഞ് അന്യോന്യം ആശ്വസിപ്പിക്കാൻ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഈ വിഷയം എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയം. ദൈവസഭയുടെ നാം ഈ ഭൂമിയിൽ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ വേർപെട്ട് ആരാധിക്കുന്നതിന്റെ പർപ്പസ് എന്ന് ദൈവം പറയുന്നത് ഇതാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ, ആ ലക്ഷ്യത്തെ മനസ്സിലാക്കി ഗ്രഹിക്കുന്നതിൽ സഭകളെല്ലാം ഒരുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ ഈ സത്യത്തെ തിരുവെഴുത്തിൻ പ്രകാരം പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കർത്താവ് വരുമ്പോ എടുത്തുകൊള്ളപ്പെടണം എന്ന ആഗ്രഹമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ല. നമ്മൾ കർത്താവ് വരികയും നാം തിരസ്കരിക്കപ്പെട്ടു പോവുകയും ചെയ്താൽ പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഇന്ന് അനുദിന ജീവിതത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ചുമക്കാൻ കഴിയാത്ത നാം എങ്ങനെ ഈ സാത്താന്റെ ഭരണത്തിൽ ജീവിക്കും? പ്രൈസ് ദി ലോർഡ്. അന്തിക്രിസ്തുവിന്റെ ഭരണത്തിൽ ഇന്ന് അവന്റെ പ്രവർത്തന മണ്ഡലം വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ അവന്റെ പ്രവർത്തനം അതിന്റെ പൂർണ്ണതോതിൽ വ്യാപരിക്കാൻ പോകുന്ന വർഷങ്ങളിൽ നാം എങ്ങനെ ജീവിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ
ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഫോർ ദ ലോർഡ് ഹിംസെൽഫ് ഷാൽ descend from heaven with a shout, with the voice of the archangel and the trump of God, and the dead in Christ shall rise first. ഇപ്പൊ കർത്താവ് എങ്ങനെ വരും? ഒരു ഷൗട്ട് അല്ലെ, ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു ഷൗട്ടാ, ഗംഭീരമായ ഒരു ശബ്ദം. ഹല്ലേലൂയ. എന്താണ് ഒരു ഗംഭീരമായ ശബ്ദം? ഹല്ലേലൂയ. ആരാണ് ഈ ശബ്ദം മുഴക്കുന്നത്? കർത്താവാണ്. കർത്താവിന്റെ ശബ്ദത്തെ കുറിച്ച് പറയുകയാണ്, അവന്റെ ശബ്ദം എന്ത് ചെയ്യുന്നു? മാൻപേടകളെ പ്രസവിക്കാറാക്കുന്നു, ദേവദാരുകളുടെ തൊലിയുരിക്കുന്നു, പാറകളെ പിളർക്കുന്ന ആ ശബ്ദം. ആ ശബ്ദം മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ശബ്ദമാണ്. ഏത് കല്ലറകളിൽ ഛിന്ന ഭിന്നമായി ആയിരക്കണങ്ങളിൽ കിടക്കുന്ന സമുദ്രത്തിൽ പോയ ശരീരത്തെ പോലും ഉയർപ്പിക്കാൻ കഴിയുന്ന ശബ്ദമാണ്. അത് കേവലം നമ്മൾ സംസാരിക്കുന്ന പോലെ ശബ്ദമല്ല, അത് സൃഷ്ടിക്കുന്ന ശബ്ദമാണ്. അല്പം കർത്താവദാസൻ പറഞ്ഞു, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് വിളിച്ചു വരുന്ന ദൈവത്തിന്റെ ശബ്ദം, അധികാരമുള്ള ശബ്ദം പുറപ്പെടുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കും. ആ 3 കാര്യങ്ങളിൽ ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആ ഗംഭീരമായ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ആ അധികാരമുള്ള ശബ്ദം. അതുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിന് ഇല്ലാത്ത അധികാരം ഒന്നുമില്ല. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ സംഭവിക്കാത്തത് ഒന്നുമില്ല. അവൻ പറയുന്നു, മരിച്ചവരെ ഉയർക്ക എന്ന് പറഞ്ഞാൽ, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ, ജീർണിച്ച് 4 നാളായി പഴുപ്പും ചലവും അവനെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന വിടവുകളിലൂടെ തുണിയിൽ കട്ടപിടിച്ചുണങ്ങി അതിലൂടെ ചാറുപോലെ അവന്റെ ശരീരത്തെ ദ്രവിച്ച് പുഴുവിറങ്ങി വരുമ്പോഴും ദാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരെ പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന ശബ്ദം. ആ ശബ്ദം ഒരു പ്രാവശ്യം ഈ ഭൂമിയുടെ മുഖത്ത് മുഴങ്ങും. ഹല്ലേലൂയ. എല്ലാവരും കേൾക്കില്ല. അതാണ് ഈ ശബ്ദത്തിന്റെ പ്രത്യേകത. ശബ്ദം കനമുള്ളതാണ്, സൃഷ്ടിക്കാൻ കഴിയുന്നതാണെങ്കിലും എല്ലാവരും അറിയില്ല. ആരാണോ ഈ അറിയേണ്ടത്, ആരാണോ ഈ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, അവർ മാത്രം കേൾക്കും. ഹെബ്രായർ 9:27 പറയാണ്, തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരല്ല, ക്രിസ്തുവിന്റെ അനുയായി എന്ന് ഒട്ടും നാക്ക് വിശകില്ലാതെ പറയാൻ കഴിയുന്ന ക്രിസ്ത്യാനി, അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് കൂട്ടായ്മ ആചരിക്കുന്ന, കർത്താവിന്റെ വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനി ഈ ശബ്ദം കേട്ട് മരിച്ചുപോയവനാണെങ്കിൽ ആ ശബ്ദം അവനെ എവിടെയായിരുന്നാലും ഉയർപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്തതായി ഒരു പ്രധാന ദൂതന്റെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രധാന ദൂതന്റെ ശബ്ദം? പ്രധാന ദൂതന്റെ ശബ്ദം ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ അവൻ ക്രിസ്ത്യാനിക്ക് യോഗ്യമായ വണ്ണം ഫലം കായ്ച്ചുകൊണ്ട് ദൈവ മഹത്വത്തിനായിട്ട് ജീവിച്ച് ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവൻ, അവൻ എവിടെയായിരുന്നാലും, ഇന്ത്യയിലായിരുന്നാലും, ആഫ്രിക്കയിലായാലും, ചൈനയിലായാലും, അമേരിക്കയിലായാലും, കാനഡയിലായാലും, ഓസ്ട്രേലിയയിലായാലും, ആ പ്രധാന ദൂതന്റെ ശബ്ദം പുറപ്പെടും. ആ ശബ്ദം അവനെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ഗംഭീരമായ നാദം, അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരെ കണ്ണിമയ്ക്കുന്ന നേരത്ത്, എത്ര നേരം കൊണ്ടാ? നമുക്ക് വായിക്കാം. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 51 മുതൽ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പൗലോസ് പറയാണ്, പൗലോസ് കൊരിന്ത്യയിലെ സഭയോട് പറയുകയാണ്, ഒരു മർമ്മം ഞാൻ പറയാം. ആ മർമ്മം എന്താണ്? നമ്മൾ എല്ലാവരും എന്ത് ചെയ്യില്ല എന്ന് വെച്ചാൽ, എല്ലാവരും ചത്തു മണ്ണിടിഞ്ഞ് എല്ലാം അവസാനിച്ച് സൃഷ്ടിക്ക് മുമ്പുള്ള ശൂന്യമായ ഭൂമിയിൽ നിന്നല്ല ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് ജീവനുള്ളവരുള്ളപ്പോഴാണ്. ഹല്ലേലൂയ. ജീവനുള്ള ഒരു സഭ ഉള്ളപ്പോൾ, നിദ്ര കൊണ്ടവരും ജീവനുള്ളവരുമുള്ള ഒരു സമയത്ത് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പിന്നെയോ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന നേരം. എത്ര നേരം വേണം ഒരു കണ്ണിമൻ? ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലേ? അപ്പോ ചില ആളുകൾ, കഴിഞ്ഞ കുറച്ചാളും ഒരു പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ എല്ലാവരും കണ്ടു നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവവചനത്തിൽ
ഇത് രഹസ്യവരവ്, കർത്താവിന്റെ രഹസ്യവരവ്, സീക്രട്ട് കമ്മിങ് എന്നാ പറയുന്നത് അല്ലേ? ആരറിയുള്ളൂ? ഇതിൽ ഭാഗവാക്കാകുന്നവർ മാത്രം അറിയുന്ന ഒരു പ്രതിഭാസമാണ് ഈ വരവ്. അപ്പം അദ്ദേഹം കേട്ടപ്പോ എന്താണ്? ഒരു വലിയ ശബ്ദമുണ്ട്, പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദമുണ്ട്, വലിയൊരു ഷൗട്ടുണ്ട്, പിന്നെ ഒരു ട്രംപറ്റ് മുഴങ്ങും, കാഹളവും മുഴങ്ങും. അപ്പൊ എല്ലാവരും കേൾക്കുമെന്നാ പറഞ്ഞേ. എല്ലാവരും കേൾക്കില്ല. പ്രൈസ് ദി ലോർഡ്. സൗൽ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ആലലിയ വലിയൊരു പ്രകാശം മിന്നി, ശബ്ദം തന്റെ കൂടെയുള്ളവർ കേട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ശബ്ദം കേൾക്കാൻ നിയോഗിക്കപ്പെട്ടവർ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ആ ശബ്ദം കേൾക്കണമെങ്കിൽ ആ ശബ്ദത്തിന് ശ്രദ്ധയുള്ളവരായിരിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടൽ കാണുന്നുണ്ട്. ആ എടുത്തുകൊള്ളപ്പെടൽ നമ്മൾ രണ്ടെണ്ണം കാണാം പഴയ നിയമത്തിൽ. ഒന്ന് ആരാ? ഹാനോക്ക് മരണം കാണാതെ എന്ത് ചെയ്തു? എടുത്തുകൊള്ളപ്പെട്ടു. അപ്പൊ പുതിയ നിയമത്തിൽ എടുത്തുകൊള്ളപ്പെടൽ ഉണ്ടെങ്കിൽ അതിന് നിഴലായിട്ട് എന്തുണ്ടായിരിക്കണം? പഴയ നിയമത്തിൽ എടുത്തുകൊള്ളപ്പെട്ടു. രണ്ടാമതായി ഏലിയാവ് എന്ത് ചെയ്തു? എടുത്തുകൊള്ളപ്പെട്ടു. ഇപ്പൊ ദൈവസഭയ്ക്ക് വേണ്ടി ജാഗ്രത കാണിക്കാൻ വേണ്ടി അവിടെ എടുത്തുകൊള്ളപ്പെടൽ ദർശനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ആരുടെ കൂട്ടത്തിലുണ്ട്? ഏലിയാവിന്റെ കൂട്ടത്തിലുണ്ട്. അവരുടെ പേരെന്താണ്? എലീശ. എലീശാവിനെ പല സ്ഥലങ്ങളിലും ഏലിയ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഏലിയാവെ എലീശ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയി ബഥേലിൽ പോയിട്ട് വരാം, ഞാൻ പോയി യോർദാനിൽ പോയിട്ട് വരാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാൻ പറയുന്ന സമയത്ത് ഈ എലീശാവിന്റെ ആളുകൾ പലപ്പോഴും എലീശ പറയുന്നു, എടാ നിന്റെ യജമാനനെ ദൈവം ഈ ദിവസങ്ങളിലൊന്ന് തലയ്ക്ക് നിന്ന് എടുക്കും, അപ്പൊ നീ എന്ത് ചെയ്യും? അപ്പം ഏലീശായ്ക്ക് എന്തറിയാം? ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിറവേറ്റപ്പെടാൻ പോവുക. അപ്പൊ എനിക്കെന്ത് വേണം? എടുത്തുകൊള്ളപ്പെടലിന് സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിക്കണമെങ്കിൽ നീ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുവോ? ഇല്ല, ഞാൻ നിൽക്കില്ല, ഞാൻ നിന്റെ കൂടെ വരിക. നീ എവിടെ പോയാലും നിന്നെ ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ സ്ഥലത്തും ഏലിയാവിന്റെ വാക്ക് കേട്ടില്ല. ഏലിയാവ് ഞാൻ പറഞ്ഞു നിന്റെ കൂടെ. അപ്പം ഏലിയാവ് ചോദിച്ചു, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു, അല്ലേ? ഇപ്പൊ എലീശ പറഞ്ഞെന്താ? ഈ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. നിനക്കുള്ള അത്രയും പോരാ, അതിന്റെ ഇരട്ടി പങ്ക് വേണം എനിക്ക്. അപ്പം പറഞ്ഞു, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളത്, പക്ഷെ ദൈവത്തിന്റെ പ്രവാചകനാ, അല്ലേ? ദൈവത്തിന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് എന്താ? ദൈവത്തിന്റെ പ്രവാചകന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ വായ. ദൈവം പറയുന്ന കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അവർ സംസാരിച്ചത് ദൈവത്തിന്റെ പ്രവാചകനാണ്. നിവർത്തിയാകും, നിവർത്തിയായില്ലെങ്കിൽ അവർ കള്ളപ്രവാചകൻ എന്ന എസ്തേക്കേൽ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നീ ചോദിച്ചത് കഠിനമാണെങ്കിലും ഒരു വഴിയുണ്ട്. എന്താ വഴി? ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റിയാൽ എന്ത് ചെയ്യും? നിനക്കിത് കിട്ടും. ഇനി എലീശ ഉറങ്ങോ? ഇല്ല, ഉറങ്ങാൻ പറ്റില്ല. കാരണം കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എലീശ കാത്തിരിക്കുക, എപ്പോഴാണ് അത് എടുത്തുകൊള്ളപ്പെടുന്നത്? എടുത്തുകൊള്ളപ്പെടൽ കാണണം, ഇരട്ടി പങ്ക് കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഇരട്ടി പങ്കില്ല. ഇരട്ടി പങ്ക് കിട്ടണമെങ്കിൽ എടുത്തുകൊള്ളപ്പെടൽ കാണണം. ഇത് ദൈവസഭയുടെ ജാഗ്രതയെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എടുത്തുകൊള്ളപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയണം. കാഹളധ്വനി, അലടിയ ആ പ്രധാന ദൂതന്റെ ശബ്ദം, ആ ദൈവത്തിന്റെ ഗംഭീരമായ സൗണ്ട് കേൾക്കണം എങ്കിൽ, നിങ്ങളുടെ അകതാരിൽ ആ ശബ്ദം മുഴങ്ങണമെങ്കിൽ നിങ്ങളിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവാണ് ആ ശബ്ദം കേൾക്കാൻ പോകുന്നത്. ആ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾ അതിലെയും ഇതിലെയും ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വ്യഗ്രതപ്പെട്ട് ഓടി സമ്പാദിക്കാനും കരുതാനും നേടാനും വേണ്ടി നടന്നാൽ ഈ ശബ്ദം കേൾക്കയില്ല. ഇത് വ്യഗ്രതയുള്ളവർക്കല്ല, എലീശാവിന്റെ മനസ്ഥിതിയുള്ളവർക്കുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുന്നത് ഏലിയ കണ്ടു, എലീശ കണ്ടു, അല്ലേ? നമുക്കിത് വായിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു. 2:11 ആയിരിക്കാം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും
അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇനി തന്റെ ഉടുപ്പ് വേണ്ട. അവൻ എന്ത് ചെയ്തു? തന്റെ ഉടുപ്പ് രണ്ടായിട്ട് കീറി അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് എന്തെടുത്തു? എന്നിട്ട് ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് എടുത്തു മടക്കി ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ടവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് നോക്കാം. ഇപ്പോ ഏലീശ ദൈവത്തിന്റെ ഇരട്ടി പങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്റെ വസ്ത്രം ഏലീശ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇനി ആവശ്യം ഏലിയാവിന്റെ അങ്കിയാണ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ അങ്കി എന്ന് വെച്ചാൽ പുതിയ നിയമത്തിൽ ഏലീശായ്ക്ക് കണ്ടതുപോലെ ആ എടുത്തുകൊള്ളപ്പെടൽ കാണാനിരിക്കുന്നവർക്ക് ഒരു ഉപദേശമുണ്ട്. അപ്പസ്വലന്മാരുടെ ഉപദേശം. അതാണ് ഏലിയാവിന്റെ അങ്കി പുതിയ നിയമത്തിൽ. ഹല്ലേലൂയ. ഇനി ഈ ഏലിയാവിന്റെ അങ്കി ഹല്ലേലൂയ ചരിത്രം പറയുന്നത് ഏലിയാവിനേക്കാൾ പൊക്കം കുറഞ്ഞവനായിരുന്നു എലീശാവെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളൊക്കെ സാധാരണ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് വലിയ അധികം വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തപ്പം ഇന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വസ്ത്രമുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്, പൈസയുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിടാം. പണ്ടൊക്കെ നമ്മൾ ഒരാളുടെ സർവീസ് കഴിഞ്ഞ സാധനമായിരിക്കും പലർക്കും കിട്ടിയിരുന്നത്. ഇന്ന് പല പ്രായമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. നമ്മളൊക്കെ അത് ഓൾട്ടർ ചെയ്തൊക്കെ ഇടുമായിരുന്നു, അല്ലേ? ഇടാറുണ്ട്. ഇപ്പോഴും പല ആളുകളും പാവപ്പെട്ടവരൊക്കെ ചെയ്യുന്ന വലിയ ആളുകൾ അവർക്ക് ഫിറ്റ് ആവാതെ വരുമ്പോൾ കൊണ്ട് കളയും. പക്ഷെ മെലിഞ്ഞവർക്കാണെങ്കിൽ അത് പിന്നെയും ചെറുതാക്കണം, ഓൾട്ടർ ചെയ്ത് ഇടുന്നത്. ഏലിയാവിന്റെ അങ്കി ഏലീശാവ് ഓൾട്ടർ ചെയ്യാൻ പാടില്ല. പറ്റുമോ? ഇനി അതിനെ കട്ട് ചെയ്ത് സൈസാക്കാൻ പറ്റില്ല. ഏലിയാവ് എന്ത് ചെയ്യണം? അതിനകത്ത് നിറയണം. പ്രൈസ് ദി ലോർഡ്. ആ അങ്കിക്കകത്ത് നിറയണം ഏലിയാവ്. ഏലീശ നിറയണം. അപ്പസ്തോലിക ഉപദേശത്തെ അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുള്ളൂ എന്ന് പറയാൻ നിന്നോട് ആര് പറഞ്ഞോ? ആരാണ് നിനക്ക് ഏക ദൈവമായ അപ്പോസ്തലന്മാർ ആരാധിച്ചു വന്ന ദൈവം നിനക്ക് എങ്ങനെ മൂന്ന് ദൈവങ്ങളായി? ഹല്ലേലൂയ. നീ ദൈവത്തെ തന്നെ കഷണമാക്കി അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത ഉപദേശത്തെ കൊണ്ടുവന്ന് നീ അപ്പസ്തോലിക ഉപദേശപ്രകാരമുള്ള ആദ്യത്തെ സഭ, ഇവിടെ നമ്മൾ സംസാരിച്ച തെസലോനിക്കയിലെ സഭയിലും കൊറിന്തിലെ സഭയിലും തൃത്വദൈവത്തെ ആരാധിക്കുന്നവരുണ്ടോ? ഇല്ല. അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ. പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വെളിപ്പെട്ട് നിൽക്കുന്ന അദൃശ്യനും അക്ഷയനുമായ ഏക ദൈവം. ആ ഏക ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാദൈവമാണ്. ആ മഹാദൈവമല്ലാതെ അവർക്ക് വേറെ ദൈവമില്ല. അവർക്കൊരു എടുത്തുകൊള്ളപ്പെടലുണ്ടെങ്കിൽ ട്രിനിറ്റി വിശ്വസിക്കുന്ന നിനക്ക് നീ എങ്ങനെ എടുത്തുകൊള്ളപ്പെടും? നീ ഈ അങ്കി ഓൾട്ടർ ചെയ്യുന്നവനല്ലേ? ഈ അങ്കി ഓൾട്ടർ ചെയ്ത് നിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുന്ന നീ എങ്ങനെ ഈ എടുത്തുകൊള്ളപ്പെടൽ, ഈ കാഹള ശബ്ദം കേൾക്കും? പ്രൈസ് ദി ലോർഡ്. കാഹള ശബ്ദം കേൾക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്, പത്രോസ് ആദിയായവർ സംസാരിച്ച വചനത്തെ കൈക്കൊള്ളണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ, അയ്യോ കുറച്ചു നേരം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പോകുന്ന കണ്ടിട്ട് പറയാം. പക്ഷേ ഇവിടെ ശേഷിക്കുന്നവരെങ്ങനെയാ അറിയുന്നത്? പോകുന്നത് കണ്ടിട്ടാണോ? അല്ല, പോയവരുടെ ഉടുപ്പും തുണിയും ചെരുപ്പും എല്ലാം ഇവിടെ കിടക്കും, അല്ലേ? വീട്ടിൽ അടച്ചിട്ട മുറിയിൽ കയറി കിടന്നുറങ്ങി. ആലടി രാവിലെ ചായയും കൊണ്ട് ചേട്ടൻ്റെ ഇടയ്ക്ക് ചെന്നപ്പോൾ ചേട്ടനില്ല. മുട്ടിയിട്ട് വിളിച്ചിട്ട് തുറക്കുന്നില്ല. ആശാരിയെ വിളിച്ച് തട്ടിമുട്ടി തുറന്നപ്പോഴേക്കും രാത്രി ഉടുത്തിരുന്ന ലുങ്കിയും ഷർട്ടും ടീഷർട്ടും എല്ലാം ബെഡിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെ പോയി? പള്ളിയിൽ പോയിട്ടുള്ള ആളായോണ്ട് ഇങ്ങനെ വല്ലതും സംഭവിച്ചാണോ? അടുത്തൊന്ന് വിളിച്ചു ചോദിക്കാം. അടുത്ത വീട്ടിൽ അവിടെയും നടന്നു ഈ സംഭവം. അവിടുത്തെ ചേച്ചിയാണ് പോയത്, ചേട്ടൻ പോയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എടുത്തുകൊള്ളപ്പെടൽ നടന്നു. അല്ലാതെ ഇത്
ഭയങ്കരമായ ഒരു ശബ്ദം, തൊട്ടുപിറകെ ദൂതന്റെ ശബ്ദം, അതിന് പിറകെ പിന്നെ കാഹളധ്വനി. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒരു നീണ്ട പരിപാടിയൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇതെല്ലാം കൂടെ എപ്പോ സംഭവിക്കും? കണ്ണൊന്ന് ചിമ്മുന്ന നേരത്തിനുള്ളിൽ സംഭവിക്കും. ഈ സംഭവത്തിന് വേണ്ടി ആർക്കും കാത്തിരുന്നിട്ട് ഈ സംഭവത്തിനകത്ത് ഇത് കണ്ടിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. കാരണം കർത്താവിനെ കബളിപ്പിക്കാൻ ആർക്കും ആ സമയത്ത് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കർത്താവെ എന്നോട് പൊറുക്കണമേ എന്ന് പറയാൻ കർത്താവ് എന്ത് ചെയ്യില്ല? അവസരം തരില്ല. അവസരം ഇപ്പോഴാണ്. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷയുടെ ദിവസം. ഇന്ന് നീ അനുദപിച്ച് നിന്റെ രക്ഷ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നീ നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ എന്നും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ഈ വചനം പറഞ്ഞ് എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. എന്നും കുന്നും ഈ കഷ്ടമല്ല നമുക്കുള്ളത്, നാം എന്നും അവനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. പത്തൊമ്പത് വായിച്ചു. മൂന്നിന്റെ 19. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കഴിവുകൊണ്ടല്ല, ആണോ? ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യുന്നു? അവൻ സകലതും അവന് കീഴ്പ്പെടുത്തി കിട്ടി. അവന് കീഴ്പ്പെടുത്താൻ കഴിയാത്തൊന്നുമില്ല. കാരണം അവൻ ചോദിച്ചു, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ ജയിച്ചവൻ പറയാണ്, മരണത്തിന്റെ വിഷമുള്ള പാപം. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശമ്പളമായ മരണം, ആ വിഷമുള്ള എടുത്തു കളഞ്ഞ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, മരണമേ നിന്റെ ജയം എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ, സകലത്തിന്റെയും അധികാരിയുള്ളവൻ, തന്റെ വ്യാപാര ശക്തി കൊണ്ട്, തന്റെ കഴിവ് കൊണ്ട്, തന്റെ ഹല്ലേലൂയ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സർവശക്തനായ ദൈവം എന്ന പദവിക്കൊത്തവണ്ണം അവൻ എന്ത് ചെയ്യും? തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്തുമാത്രം വലുതാണ്. ഹല്ലേലൂയ. നമ്മള് ഇത്തരം ദൈവവചനം പ്രസംഗിക്കുന്നതുകൊണ്ട് പറയല്ല, എവിടെ പോയാൽ കേൾക്കാൻ പറ്റും? ഇത് പറയാൻ പറ്റുന്ന പറയാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതൊക്കെയാണ് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇന്ന് 2000-3000 ഒക്കെ കൂടുന്ന എയർ കണ്ടീഷൻഡ് ഫുൾ ലൈറ്റിങ്ങും വീഡിയോ ഒക്കെ ഉള്ള സഭകളിൽ നമ്മളെ കയറ്റി പ്രസംഗിച്ചാൽ മതി, അല്ലേ? ഇതാണ് നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ അവിടെ രോഗം മാറാനും മക്കളെ വിദേശത്ത് അയക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. അവിടെ മുഴുവൻ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്ന് ഞങ്ങൾ ഈ 2000 വാട്ട് ഓഡിയോ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്ത് ഇവിടെയുള്ള ഇലിമിനേഷനും ലൈറ്റും ഒക്കെ ഇട്ട് നല്ല പ്രാർത്ഥനയുടെ നടുവിൽ വലിയ മുഴക്കങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അപ്പസ്വലന്മാർ ഇരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ 2000 വാട്ട് സൗണ്ട് വെച്ചെല്ലാം മുഴക്കം ഉണ്ടാക്കിയതാണോ? പരിശുദ്ധാത്മാവാണ് മുഴക്കമുണ്ടാക്കി. ഇനി മുഴക്കത്തിന്റെ ഇടയിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം അവർ വീട്ടിലോട്ട് പോകും. പോകുന്ന വഴിക്ക് തന്നെ കാറ്റ്
അഴിച്ചുവിട്ട ബലൂൺ പോലെ ഷൂം പ്രൈസും പിറ്റേ ദിവസം വരണം. എന്നാൽ ഒരിക്കൽ ദൈവത്തിന്റെ വചനം ഉള്ളിൽ വസിച്ച് ജീവിക്കാൻ തുടങ്ങുന്നവന് ഇടയ്ക്കിടെ കാറ്റ് അടിച്ചു കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? നമ്മുടെ ഈ താഴ്ന്നു പോയ ശരീരത്തെ, എന്താണ് നമ്മുടെ താഴ്ചയുള്ള ശരീരം? ജീർണിക്കുകയാണ്, അല്ലെ? ജരാന്തരകൾ ബാധിച്ച്. ഹല്ലേലൂയ. നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആഗ്രഹം എന്താവാനായിരുന്നു? കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? വലുതാവണം, അല്ലേ? ഇന്നത്തെ കാലത്ത് ആരും പറയാല്ലേ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് 5-6 വയസ്സുള്ളപ്പം രാത്രി സമയങ്ങളിൽ നമുക്ക് ഈ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ വരുന്നത് അപൂർവമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൻപുറത്ത് നിന്ന് ഹൈറേഞ്ചിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കള് അവരുടെ ബന്ധുക്കളായി ഈ റാന്നിയിലും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മണിമലയിലൊക്കെ ഉള്ളവര് ഒരു 2-3 ദിവസം വിസിറ്റിന് വീട്ടിൽ വരും. രാത്രി ഇവർക്ക് ഉറക്കമില്ല. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പൊന്തമ്പുഴ വനത്തിൽ പോയതും പുലി പിടിക്കാൻ വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന എന്തെങ്കിലും ചോദിച്ചാൽ പോയി കിടന്നുറങ്ങണം, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കവിടെ വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും ഇച്ചിരി പ്രായവും ബാക്തിയൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേൾക്കുകയും പറയുകയും ചെയ്യായിരുന്നു. അപ്പം അന്ന് നമ്മുടെ ആഗ്രഹം എന്താണ്? പ്രായം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടുന്ന് 1982 പഠിക്കാനും ജോലിക്കൊക്കെ വേണ്ടി ഡൽഹിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ഗൾഫിന് പോകാൻ വേണ്ടി അവിടെ വന്ന് ഇരിക്കുക. അപ്പൊ അവിടെ ഒരു ജാതകം പറയുന്ന ഒരു മനുഷ്യനെ ഇവരും കുറച്ചിവരെ ഒന്ന് വിളിച്ചു വരുത്തിക്കുക. അപ്പം അയാൾ വന്നിട്ട് ഇവർക്ക് ഇത് സംഭവിക്കും അത് സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ കൈ നോക്കിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവസരം കിട്ടിയപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കാര്യം ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കന്ന് 17 വയസ്സുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 28 വയസ്സാവുമ്പോൾ നിങ്ങൾ അനേക വാഹനങ്ങളുടെ ഉടമയാവും നിങ്ങൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 17 വയസ്സ് മുതൽ 28 ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. വാഹനങ്ങളുടെ ഉടമയാണ്. 28 എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല. 32-33 വയസ്സായപ്പോഴാണ് ഞാൻ ഒരു ബൈക്ക് വാങ്ങുന്നത്. അയാളുടെ പ്രവചനം മുഴുവൻ പാടി. ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് നമ്മുടെ ആഗ്രഹം എന്താണ്? പക്വതയാവണം, പെട്ടെന്ന് ഇതൊക്കെ പ്രാപിക്കണം. 28ആയി, 33ആയി, 35ആയി നമ്മുടെ ജീവിതത്തിന് നിറം മങ്ങി തുടങ്ങി. മധ്യാഹ്നം പെട്ട് സായാഹ്നത്തിലേക്ക് സൂര്യൻ പോകുകയാണ്. ഇപ്പൊ നമ്മള് ഓടിച്ചാടി നടക്കണമെന്നും പിള്ളേർ പോലെ നടക്കണമെന്നും പിള്ളേരുടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ അതൊക്കെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ഞാനിക്കൊണ്ടില്ലെന്ന് ഞാൻ കള്ളം പറയല്ല, ഒരു ചെറുപ്പമായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ കാലും കൈയും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വഴങ്ങി കിട്ടത്തില്ല. എഴുന്നേറ്റ് കുറേ നേരമൊക്കെ ഒന്ന് പടിയിറങ്ങി വരുമ്പോൾ ഒരു പടിയെ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് വരുന്നത് ഒരു പ്രാവശ്യം. പിന്നെ ഇവിടെയൊക്കെ വന്നൊന്ന് ഇതായി കഴിയുമ്പോൾ പിന്നെ കാലിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പോയി വരാം. അപ്പം നേരം വെളുത്ത് കട്ടിലേന്ന് എഴുന്നേറ്റാൽ നമ്മുടെ കാല് കയ്യെ നമ്മൾ പറയുന്ന പോലെ അനുസരിക്കത്തില്ല. 2-3 പ്രാവശ്യം വലിച്ച് ഞൊട്ടയൊക്കെ വിട്ടിട്ട് ഒന്ന് പൂച്ചയൊക്കെ ഒന്ന് വരുന്ന 100 വേണം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. ചെറുപ്പത്തിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഈ ഇങ്ങനെ ജീർണിച്ചും തളർന്നും മടുത്തും ക്ഷയിച്ചും പോകുന്ന ശരീരത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ഈ താഴ്ചയുള്ള ശരീരത്തെ ദൈവത്തിന്റെ തേജസ്സുള്ള മഹത്വമുള്ള ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമാകുവാൻ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും. ആർക്ക് കഴിയും? ഏത് പ്രത്യയശാസ്ത്രത്തിന് കഴിയും? ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് വിചാരിച്ച പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ചവറ്റുകൊട്ടയിലാണ്. ഹല്ലേലൂയ. സമത്വവും സോഷ്യലിസവും കൊണ്ടുവന്ന ആ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്നവർ അത് ചവറ്റുകൊട്ടയിലിട്ടിട്ട് ഇന്ന് സമ്പത്ത് സമ്പാദിക്കുകയും തങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുക. അപ്പോൾ ഒരു ഉത്സവത്തിനും ഒരു സംസ്കാരത്തിനും ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിയാത്ത ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിന്റെ അപ്പനായിരിക്കണം അത് ചെയ്യണമെങ്കിൽ. നമ്മുടെ കർത്താവ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി മരണം വരിക്കാൻ ഒരു ശരീരമെടുത്ത് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവൻ തേജസ്സുള്ള ശരീരവുമായി പ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ ഈ ശരീരത്തെയും തന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമാകുവാൻ രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് 2 കൊരിന്ത്യർ 5:4 കൂടി നമുക്കൊന്ന് വായിക്കാം.
5:1 മുതൽ വായിക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ പണിയല്ലാത്ത കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിഞ്ഞ് അറിയുന്നു. ഈ കൂടാരത്തിൽ നിറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരു വിഷയം നിർത്താം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14 ആണെന്ന് തോന്നുന്നു, 14:2 മുതൽ 6 വരെ ഇന്ന് വായിക്കാമെന്ന് തിരിച്ചാൽ നമുക്ക് പറഞ്ഞു. ഇവിടെ പൗലോസ് പറയാണ് ഒരു വാസസ്ഥലം, ഒരു കൂടാരം ആർക്കുണ്ട്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. There are many mansions in my father's house. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിന്റെ പരമഗുരു പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ ഇരുത്തും. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ ഇരുത്തും എന്ന് പറഞ്ഞ ആരും ലോകത്തിലില്ല. വെളിപ്പാട് പുസ്തകത്തില് 3-ാം അധ്യായം 21 തോന്നുന്നു, നമുക്കൊന്ന് വായിക്കാം. അത് മ്യൂട്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. 3:21 വെളിപ്പാട്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ പറ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്ത ഞാനും ജയിച്ച് അവന്റെ സിംഹാസനത്തിൽ ഞാനും ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ശ്രദ്ധിക്കണേ. കർത്താവ് പറയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എവിടെ ഇരുത്തും? എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അല്ലേ? അപ്പൊ സിംഹാസനം എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന തന്നെ ഒരു നീളമുള്ള ബെഞ്ചാണോ? ആണോ? രാജാക്കന്മാരിരിക്കുന്ന ബെഞ്ച്, നമ്മുടെ രാജാക്കന്മാരിരിക്കുന്ന കസേരയ്ക്ക് എന്താ പേര് പറയുന്നേ? സിംഹാസനം എന്നല്ല പറയുന്നേ, ആണോ? അപ്പൊ അതൊരു നീളമുള്ള ബെഞ്ചാണോ? ഒരു വലിയ കസേരയാ അല്ലേ? നമുക്കറിയാം, കല്യാണ ദിവസങ്ങളൊക്കെ ചെറുക്കനും പെണ്ണിനും ഇപ്പൊ രണ്ടുപേർക്ക് ഇരിക്കാൻ ഒരു സോഫയാണ് കൊടുക്കുന്നത്, ഒറ്റ ഇതായിട്ടേ കൊടുക്കുന്നത്. പക്ഷേ രണ്ടുപേരും 2 കസേര ഇട്ടിട്ട് പിന്നെ അവർ ഒരുമിച്ച് ഇരുത്തുക ചെയ്യുന്നു പണ്ട് കാലങ്ങളിൽ. അവ സാമാന്യം വലിപ്പത്തിൽ ഒരു വലിയ ആർച്ച് പോലൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കുഷ്യനൊക്കെ ഇട്ട ഒരു വലിയ കസേരയായിരിക്കും ഈ സിംഹാസനമായിട്ടിരിക്കുന്നത്. ഇപ്പൊ കർത്താവ് പറയാണ്, ജയിക്കുന്നവന് ഞാൻ എവിടെ കൊടുക്കും സ്ഥലം? എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. എത്ര സിംഹാസനം ഉണ്ട് അവിടെ? ഒരു സിംഹാസനം. ഇനി ഞാൻ എവിടെ ഇരിക്കുന്നേ? ഈ ജയിച്ചവനായ ഞാൻ എവിടെ ഇരിക്കും? കർത്താവ് പറയാണ്, കർത്താവ് എവിടെ ഇരിക്കുന്നേ? ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പൊ ഇവിടെ സിംഹാസനത്തിലാണ്. അപ്പൊ മടിയിലായിരിക്കുന്നെങ്കിൽ ഞാൻ ജയിച്ച് സിംഹാസനത്തിൽ എന്റെ പിതാവിന് മടിയിലിരുന്ന പോലെ എന്ന് പറയണം, അല്ലേ? അപ്പൊ ഇവിടെ സിംഹാസനം എത്രയുണ്ട്? ഒരു സിംഹാസനം ഉള്ളൂ. ആ സിംഹാസനത്തിൽ നമ്മെ അവൻ ഇരുത്തും. എങ്ങനെ ഇരുത്തും? ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ. അപ്പൊ എത്ര സിംഹാസനങ്ങൾ ഇരുന്നുണ്ടോ അവിടെ? ഒരു സിംഹാസനമേ ഉള്ളൂ. ആത്മാവായ ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അവന്റെ പ്രത്യക്ഷതയായി ദേവാലയത്തിൽ അവൻ ഇരിക്കുന്നത് യെശയ്യാവ് എസെക്കിയേൽ കണ്ടതുപോലെ ഒരു പ്രത്യക്ഷമായ ശരീരത്തിൽ അവൻ ഇരിക്കുന്നുണ്ട് സിംഹാസനത്തിൽ.
അതേസമയം തന്നെ അവൻ സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുക. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആണ് ആരായിട്ട് വന്നത്? മരിച്ചിട്ട് മരണത്തെ ജയിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ മരണത്തെ ജയിച്ചവൻ അവിടെ പോയി ഇരിക്കുമ്പോൾ അവിടെ പറയാണ്, നിങ്ങളും ജയിച്ച് എന്നോടുകൂടെ ഞാനിരുന്ന സിംഹാസനത്തിൽ എന്നോടുകൂടി ഇരിക്കാൻ വരം നൽകും. ഹല്ലേലൂയ. എത്ര സിംഹാസനമുണ്ട്? ഒരൊറ്റ സിംഹാസനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കും, കുറച്ച് വണ്ണമുള്ള ആള്, തടിയുള്ള ആള്, തളിയില്ലാത്ത ആളും, വലിയ ഇങ്ങനെ എല്ലാവരും ഇരുത്തുന്നുള്ളതല്ല. ആത്യന്തികമായി നമ്മൾ എല്ലാം ഒരാത്മാവാണ്. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന ശരീരം തേജസ്സുള്ള ശരീരമാണ്. ഈ തേജസ്സുള്ള ശരീരത്തിന് എന്താ പ്രത്യേകത? തേജസ്സുള്ള ശരീരത്തിന്റെ പ്രത്യേകത എന്താ? എന്ത് പ്രത്യേകത? തേജസ്സിന്റെ ശരീരത്തിന് അടച്ച വാതിൽ വല്ല പ്രശ്നമാണോ? ആണോ? നമുക്കിപ്പോ നമ്മളിപ്പോ കോട്ടയത്ത് നിൽക്കുക, നമുക്ക് എറണാകുളത്തുള്ള ആരെങ്കിലും നമ്മളെ ഈ രൂപത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എറണാകുളത്ത് ചെല്ലണം, അല്ലേ? അപ്പൊ നമ്മളിവിടെ ഇല്ല. അപ്പൊ തേജസ്സുള്ള ശരീരത്തിന്റെ പ്രത്യേകത എന്താ? എന്താ തേജസ്സിന്റെ പ്രത്യേകത? തേജസ്സുള്ള ശരീരത്തിന് എന്തൊക്കെയില്ല? 3 കാര്യങ്ങളില്ല: സ്ഥലം, സമയം, പദാർത്ഥം. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് എന്തില്ല? ദൈവം പദാർത്ഥമല്ല, ദൈവത്തിന് സമയമില്ല, പിന്നെ സ്പേസ് ഇല്ല, ഒരു ടൈമില്ല, പദാർത്ഥമില്ല, പിന്നെ എന്തില്ല? ടൈമില്ല, പദാർത്ഥമില്ല, അത് വേറെ കാര്യം പറഞ്ഞേ, സ്പേസ് ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം സർവവ്യാപി ആയതുകൊണ്ട് അവൻ ബിയോണ്ട് ദ സ്പേസ് ആണ്, പരിമിതികളില്ലാത്ത ദൈവമാണ്. അവന് സമയമില്ല, ദൈവം സമയത്തിന് അധീനനാണ്. അപ്പോൾ സമയത്തിന് അധീനനായ നിത്യനായ ദൈവം സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സൃഷ്ടികൾ ആരംഭിക്കപ്പെട്ടപ്പോൾ നമ്മൾ വായിക്കാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവം ആദിയിൽ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ അവിടെ നമ്മുടെ സമയം തുടങ്ങി. സമയത്തില് മനുഷ്യന് സമയത്തിനുള്ളിലാണ്. മനുഷ്യൻ സമയം എന്ന കൂടാരം വിട്ട് നിത്യതയിൽ നിത്യശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം സമയത്തിനും സ്ഥലങ്ങൾക്കും കാലങ്ങൾക്കും അതീതമായി നമുക്ക് ഇരിക്കാൻ വലിയ ഇരിപ്പിടമൊന്നും വേണ്ട. ഹല്ലേലൂയ. തേജസ്സിന്റെ ശരീരം. ഹല്ലേലൂയ. അതുകൊണ്ട് ആണ് പൗലോസ്, നമുക്ക് തിരിച്ച് 2 കൊരിന്ത്യരിലേക്ക് പോകാം. അതുകൊണ്ട് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ഇവിടെ പൗലോസ് ഏത് നിലപാടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്? പൗലോസ് പറയാണ് കൂടാരമായ ഞങ്ങളുടെ ഭവനം. ഈ പൗലോസ് ഞങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദേശിച്ച ആരെയാ? താനും തന്റെ ശിഷ്യന്മാരുമായ ആളുകൾക്ക് എന്തുണ്ട് അവർക്ക്? കൂടാരമായ ഒരു ഭൗമഭവനം. അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തന്റെ ശരീരത്തെ കുറിച്ചാണ്. അപ്പൊ ഈ ശരീരത്തെ കുറിച്ച് പറയുന്ന പൗലോസ് ഏത് നിലപാടിൽ നിന്ന് സംസാരിക്കുന്ന? പൗലോസിന്റെ ആ ശരീരത്തിന്റെ പേരാണോ പൗലോസ്? ആണോ? അല്ല. നമ്മുടെ ശരീരത്തിന്റെ പേരാ ജോസഫ്. എന്റെ ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ശരീരത്തെ അല്ലെ, ശവം എന്നല്ലേ പറയുന്നേ, അല്ലേ? അപ്പൊ പൗലോസ് ഈ ജീവനോടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ പൗലോസ് കൂടാരമായ ഭവനത്തെ കുറിച്ച് പറയുന്നത് എന്തിനെ കുറിച്ചാ? തന്റെ ശരീരം. ആ ശരീരത്തിൽ ജീവൻ ഉള്ളത് കൊണ്ട് പൗലോസ് ജീവിക്കുന്നു. ആ ജീവനിൽ ആണ് പൗലോസ് എന്ന ആത്മാവുള്ളത്. അതാണ് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത. മനുഷ്യൻ മാത്രമാണ് നിത്യമായി ജീവിക്കുന്ന ആത്മാവുള്ള ജീവജന്തു. ആ ജീവജന്തുവിൽ ആത്മാവാണ് നമ്മുടെ പേര്. നമുക്കിട്ടേക്കുന്ന പേര് നമ്മുടെ ആത്മാവിന്റെ പേരാണ്. ഹല്ലേലൂയ. അതിന് നമുക്ക് ശരീരം കിട്ടിയപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ പേരാണ് നമ്മുടെ പേര്. സാജൻ എന്നും ജോസ് എന്നും ജിൻസി എന്നൊക്കെ ഉള്ള പേര്. അപ്പോൾ ആ പൗലോസ്, ആത്മാവാകുന്ന പൗലോസ് പറയുകയാണ്, ഈ കൂടാരം അഴിഞ്ഞു പോയാൽ എന്തുണ്ട്? കൈപ്പണിയല്ലാത്ത, മനുഷ്യ നിർമ്മിതമല്ലാത്ത, ആരുടെയെങ്കിലും ബന്ധത്തിൽ ഉളവാകാത്ത ഒരു ശരീരം, ഒരു കെട്ടിടം ദാനമായി, ദൈവത്തിന്റെ ദാനമായി ഞങ്ങൾക്ക് എവിടെയുണ്ട്? സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചു. ഈ കൂടാരത്തിൽ ഞങ്ങൾക്ക് എന്താ ഉള്ളത്? നരകം മാത്രമേ ഉള്ളൂ, അല്ലെ? എല്ലാവർക്കും നരകം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സമ്പന്നനായാലും ദരിദ്രനായാലും എല്ലാവരും നരക്കമാണ്. കുറച്ച് സമ്പത്തുള്ളവർക്ക്
അവർക്ക് പരിഹരിക്കാൻ മേലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഭർത്താവിനടുത്ത് കുപ്പത്തൊട്ടിയിടാൻ പറ്റുമോ? ഇല്ല. ഭാര്യ ശരിയല്ല, പണ്ടാരത്തെ കൊണ്ട് എവിടെ കളയാൻ പറ്റുമോ? കളയാൻ പറ്റില്ല. സന്തോഷം ഉണ്ടാവും, കള്ളു കുടിക്കും, കൂട്ടുകാരെ കൂടുമ്പോൾ സന്തോഷമാവും, വീട്ടിൽ ചെല്ലുമ്പോൾ ബ്ലൂമി ആവും. കാരണം എന്താ? സന്തോഷമില്ല. അവിടെ പ്രയാസമുണ്ട്, നിരക്കമുണ്ട്. വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ നേരവണ്ണം നടക്കാതിരിക്കുമ്പോൾ, അവരുടെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയപ്പോൾ, അവർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള വിചാരത്തിൽ എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും സങ്കീർണ വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആലടിയ ഇവിടെ നമ്മൾ വായിക്കുന്നത്, സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യരെല്ലാം കഷ്ട സമ്പൂർണ്ണരാണ്. അപ്പോൾ ഏറെയും കുറഞ്ഞും പ്രശ്നബാധിതരായ കലുഷിതമായ ജീവിത രീതികളുള്ള, സങ്കടത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ സമ്പത്തിന്റെ പേരിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ചിലർ രോഗത്തിന്റെ പേരിലായിരിക്കും, തീരാവ്യാധിയുടെ പേരിലായിരിക്കും, കുടുംബ പ്രശ്നങ്ങളുടെ പേരിലായിരിക്കാം, തമ്മിൽ യോജിക്കാൻ കഴിയാത്തതിന്റെ പേരിലായിരിക്കാം, ഭാവി നഷ്ടപ്പെട്ടു പോയാലായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, അവഗണനയായിരിക്കാം, തിരസ്കരണമായിരിക്കാം. ഇങ്ങനെ എല്ലാവരും കഷ്ടസമ്പൂർണ്ണരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇതെല്ലാം ത്യജിച്ചു വന്നിട്ടും പൗലോസ് പറയാണ്, ഈ ശരീരത്തിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഭാരപ്പെട്ട് നിറങ്ങുക. വായിച്ചു. ഈ കൂടാരത്തിൽ ഞങ്ങൾ നിറങ്ങിക്കൊണ്ടിരിക്കുക, പക്ഷെ നഗ്നരായിട്ടൊന്നുമല്ല, പിന്നെ ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം ഈ ആത്മാവിന്റെ മീതെ ധരിപ്പാൻ എന്ത് ചെയ്യുന്നു? വാഞ്ചിക്കുന്നു, ആഗ്രഹിക്കുന്നു. വായിച്ചു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുന്നു. ഇച്ഛിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നിറങ്ങുന്നു. അടുത്ത വാക്യം. അങ്ങനെ ഒരു ഭാരപ്പെടലിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിയതാരാണ്? ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവമാണ്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു തേജസ്കരണത്തിന് വേണ്ടി നിറങ്ങാതെ എവിടെയോ ചത്ത് കിടക്കുകയാണെങ്കിൽ, ചാരം കൂടി കിടക്കുന്ന കണൽ പോലെയാണെങ്കിൽ ശരിയാവില്ല. അതിനെ ജ്വലിപ്പിക്കണം എന്നാ പൗലോസ് പറഞ്ഞു. എന്റെ കൈവെപ്പിനാൽ നിന്നിൽ ലഭിച്ച കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് എപ്പോൾ കിട്ടി? നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം ആദിമ നൂറ്റാണ്ടിൽ ആദ്യത്തെ ദൈവസഭ യെരുസലേമിൽ ഉളവായ 3000-ഓളം ആളുകൾ സ്നാനമേറ്റു തുടങ്ങി. അവർക്ക് ലഭിച്ച അതേ വാഗ്ദത്തം പിന്തുടർന്ന് അതേ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുന്ന നമ്മുടെ മേലും ഈ വാഗ്ദത്തത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നരക്കുന്നത് ഈ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് അല്ലെങ്കിൽ കുഴപ്പം എവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മളെ പൗലോസ് നിറങ്ങിയതുപോലെ നിറങ്ങാൻ കഴിയണം. എന്നിട്ട് നമുക്ക് പറയണം, ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇതുകൊണ്ട് നമ്മൾ അന്യോന്യം എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ. അപ്പൊ ഈ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴെന്ത് ചെയ്യും? നമ്മൾ പരദേശികളാണ്, കർത്താവിനോട് അകന്ന. ആമേൻ. കാരണം ഈ ശരീരത്തിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ആത്മാവ് സംബന്ധിച്ച് പാപം മോചിച്ചെങ്കിലും ഇത് പാപത്താൽ ഉളവാക്കപ്പെട്ട ശരീരം. അപ്പൊ ഇതിനെന്തുണ്ട്? പാപകരമായ വാസനകളുണ്ട്. ഇതിന് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, അവിശ്വാസമുണ്ട്, അശുദ്ധിയുണ്ട്. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ തേജസ്സിന്റെ കർത്താവിന്റെ കൂടാരമായ തേജസ് ധരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ശരീരം. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് കർത്താവിനോട് അകന്ന് പരദേശിലായിരിക്കുന്നെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസ തലത്തിൽ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെട്ടോ? ഈ ഭൂമിയിലുള്ള വയസ്സന്മാരായാലും 90 കഴിഞ്ഞാലും 105 വയസ്സായാലും ഹല്ലേലൂയ, മക്കളെയും അവരുടെ മക്കളുടെയും തലമുറകളെ കണ്ടാലും മതിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പോകാൻ എന്തില്ല? പോകാൻ ഇഷ്ടമുണ്ടോ? മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയണം, ഒരു നാഴികയ്ക്ക് മുമ്പ് ശരീരം വിട്ട് പിരിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വാഞ്ചിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വായിക്കാം കൊരിന്ത ലേഖനത്തിന്റെ 2 കൊരിന്ത്യർ 3:18.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവ് ആരാണ്? ആത്മാവാണ്, അല്ലെങ്കിൽ ദൈവം ആത്മാവാണ്. ആ ദൈവം കർത്താവ് ഒന്ന് തന്നെയാണ്. ആ ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. ഏതേ പ്രതിമ? കർത്താവിന്റെ പ്രതിമ എന്ന് വെച്ചാൽ കർത്താവിന്റെ രൂപമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. മാറ്റം, ട്രാൻസ്ഫോം അല്ലെ? ട്രാൻസ്ഫോം ഇൻ ടു ദ ഗ്ലോറിയസ് ബോഡി ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ അതേ തേജസ്സിനേലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും എന്നാ പറഞ്ഞു. അപ്പോൾ ഇവിടെ 40 ദിവസം അലലിയ മലയിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ സീനായി മലയിൽ മുഖത്തോട് മുഖം ദൈവത്തെ കണ്ട് മോശ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ് മോശയുടെ മുഖത്തേക്ക് ആർക്കും നോക്കാൻ പറ്റില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോശയുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്താ പ്രശ്നം? നമ്മള് സൂര്യൻ അഭിമുഖമായിട്ട് ഒരു ലെൻസ് എടുത്ത് പിടിച്ച്, ഒരു വലിയ ലെൻസ് എടുത്ത് പിടിച്ച് നമ്മളെ ആരെങ്കിലും നമ്മുടെ മുഖത്തേക്ക് അത് അഴിച്ചാലുള്ള സ്ഥിതി എന്താ? നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഈ വിധത്തിൽ തേജസ് കർത്താവ് സീനായ് മലയുടെ മുകളിൽ അഗ്നിസമാനമായ ആ അന്തരീക്ഷത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അവിടെ ദൈവത്തോട് മുഖാമുഖം ഇറങ്ങി നിന്നിട്ട് 2 കൽപ്പനകളുമായി മോശ ന്യായപ്രമാണമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് താഴെയുള്ള ജനത്തിന് മോശയുടെ മുഖത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ കഴിയില്ല. എന്താ കാര്യം? തേജസ് കൊണ്ട് മോശയെ മുഖത്ത് നോക്കിയാൽ പെട്ടെന്ന് മുഖം മാറ്റും, അതുപോലെ തേജസ്സാണ്. എന്നിട്ട് പറയാണ്, ഈ വിധം നീങ്ങിപ്പോകുന്ന ന്യായപ്രമാണം, നീങ്ങിപ്പോകുന്ന പ്രമാണത്തിന് ഒരുവനെ തേജസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഹാലേലൂയ, ക്രൂശിന്റെ പ്രമാണത്തിന് എത്രയധികമായി നിന്നെ തേജസ്കരിക്കാൻ കഴിയും. താൽക്കാലികമായിട്ടാണ് മോശയെ തേജസ്കരിച്ചതെങ്കിൽ നമ്മളെ നിത്യമായി തേജസ്കരിക്കുന്ന ഒരുവനുണ്ട്. അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം അങ്ങനെയല്ലേ? ദാനമായ ആത്മാവെന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്റെ തേജസ് പ്രാപിച്ച് അതെ. അപ്പൊ നാം അങ്ങനെ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു. അപ്പോ തേജസ് അല്പമായ തേജസ്സിൽ നിന്ന് അധികമധികമായി നമ്മൾ കുഞ്ഞുനാളിൽ നിന്ന് ഇന്ന് വളർന്നൊരു പുരുഷനോ സ്ത്രീ ആയിരിക്കുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിലെ ക്രിസ്തുവിന്റെ ആത്മീയ ശരീരം, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ഈ പുറന്തോട് പൊട്ടി പുറത്തു വരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചിട്ട് ആ ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ പുറന്തോടാകുന്ന പഴയ മനുഷ്യന്റെ ജീർണവാസനകളെ തകർത്തെറിഞ്ഞ് പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? ഒരു കോഴിമുട്ടയ്ക്കകത്തൊരു കുഞ്ഞ് അതിന്റെ ജീവൻ ഭ്രൂണമായി ഒരു കോഴിക്കുഞ്ഞിന്റെ ഏറ്റവും പ്രാകൃതമായ രൂപത്തിൽ ഉളവാകുന്ന നാൾ മുതൽ അത് അതിന്റെ പൂർണ്ണ വളർച്ചയെത്തി അതിനെ ചെറിയ ചെറിയ കാലുകളും തൂവലുകളും ചെറിയ ചുണ്ടും വെക്കുമ്പോൾ പിന്നെ അതിനവിടെ ഇരിക്കാൻ കഴിയുമോ? ഇല്ല. ആരെങ്കിലും ചെന്ന് ആ മുട്ട പൊട്ടിച്ചു കൊടുക്കണോ? വേണ്ട. കാരണം അകത്തെ കോഴി ഈ പുറന്തോടിനെ പൊട്ടിക്കാൻ പര്യാപ്തമായി. അങ്ങനെ അതിന്റെ ചെറിയ ചുണ്ടുകൊണ്ട് അവിടെ ഇവിടെ തട്ടി അത് പൊട്ടിക്കഴിയുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു കണ്ടിട്ടില്ലാത്ത ഒരു ലോകം അത് കാണുമ്പോൾ അത് ശക്തിയോടെ ഹല്ലേലൂയ പറന്നിറങ്ങുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ നാൾക്ക് നാൾ ബലപ്പെടുത്തുമ്പോൾ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുക കൂടെ വേണം. രണ്ടും കൂടെ നടക്കില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചേ മതിയാകും. അങ്ങനെ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുകയും അകത്തെ മനുഷ്യൻ ക്രിസ്തുവിന്റെ ശരീരമായ പ്രതിബിംബമായി ക്രിസ്തുവിന്റെ തേജസ്സിന്റെ മേൽ തേജസ് ധരിച്ച് ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുമ്പോൾ ആലടിയ കാഹളം ധ്വനിക്കും. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അപ്പൊ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, സഭയോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നാം ആരാകുന്നു? ദൈവമക്കളാകുന്നു.
അല്ലേ? ഇപ്പൊ നമ്മൾ ദൈവമക്കളാണ്, അല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവ് സ്വീകരിച്ച് വീണ്ടും ജനിച്ച് ആരായി തീർന്നു? ദൈവമക്കളായി തീർന്നു. അപ്പം എന്നാൽ നമ്മൾ എന്തായി തീരും എന്നുള്ളത് എന്തുവരെ ആയിട്ടില്ല. നമ്മൾ എന്താകും എന്നുള്ളത് ദൈവമക്കളാണ്. പക്ഷെ നമ്മൾ ഇത്രയും സംസാരിച്ചു വന്നാലും എന്താണ്, ഒരു തേജസ് കരണം നമുക്ക് നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തായി തീരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ദൈവം കൂടെ കൊണ്ടുവന്നത്? ദൈവമക്കൾ എന്ന പേരിൽ നമ്മൾ ഒരു ആരാധനയ്ക്ക് പോയിരിക്കുകയും ബാക്കിയുള്ളവരെ പോലെ നടക്കാൻ വേണ്ടി അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കണം? നമ്മൾ തേജസ്കരിക്കണം. അപ്പൊ നമ്മൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മളുടെ എന്താകും എന്നുള്ളത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. എന്നിട്ട് ദൈവമക്കളായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. എങ്ങനെയാണ് കർത്താവ് ഇരിക്കുന്നത്? അങ്ങനെ കർത്താവിനെ കാണണമെങ്കിൽ നാമും അവനെ പോലെയാകും. ഹല്ലേലൂയ. അങ്ങനെ ആകണമെന്നാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ് എന്ന് നാം അറിയും. Beloved, now we are the sons of God, and it do not yet appear what we shall be, but we know that when he shall appear, we shall be like him, for we shall see him as he is. And every man that has this hope in him purifieth himself even as he is pure. അടുത്ത വാക്യോടെ മലയാളത്തിൽ വായിച്ചു. പാപം ചെയ്യുന്നവൻ എല്ലാം. അടുത്ത വാക്യം, മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ്? അവനിൽ ഈ ഏത് പ്രത്യാശ? താൻ ഇരിക്കുന്ന പോലെ അവനെ കാണണമെന്നുള്ള പ്രത്യാശ ഉള്ളവനെല്ലാം. ആര്? കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇപ്പൊ നിർമ്മലീകരിക്കാതെ കർത്താവ് എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ചു, നമ്മൾ ദൈവമക്കളാണ്, എല്ലാ കാര്യം ഓക്കെയാണ്, ഇനി അങ്ങോട്ട് കാഹളം വിളിച്ചാൽ മതി, ഞാനങ്ങ് പോകുമെന്ന് പറയുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്, അല്ലേ? ഇല്ലേ? ഇനി വീണ്ടും ജനിച്ചവരെല്ലാം സ്വർഗത്തിൽ പോകുമോ? പോകില്ല. ഇവിടെ പൗലോസ് സംസാരിക്കുന്ന ആരോടാ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? അപ്പോസ്തല പ്രവൃത്തിയില് പത്രോസ് പറയാണ് ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. അപ്പൊ ദൈവത്തിന് 90% വിശ്വാസികളും ദൈവം ബഹുത്വമാണെന്ന് വിശ്വസിക്കുന്നവർ പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു. അപ്പൊ അതൊരു കാര്യം ചെയ്യാം, കൂടുതൽ അവരാണല്ലോ, അവരോട് ഒരു പക്ഷം കാണിച്ചേക്കാം. അങ്ങനെ കാണിക്കുമോ? ഇല്ല. അപ്പൊ ദൈവം ഈ കൊറിന്തിലെ സഭയിലും തെസ്സലോനിക്ക സഭയിലും ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ അടിസ്ഥാനമാക്കി ഈ രൂപാന്തരത്തെ കുറിച്ച് സംസാരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭയുണ്ട്, അല്ലേ? അവർ വിവിധ സ്ഥലങ്ങളിലെ കൊറിന്തിലും എഫേസൂസിലും തെസ്സലോനിക്കയിലും ബറവായിലൊക്കെ വ്യത്യസ്തമായിരിക്കുകയാണെങ്കിലും അവർക്കെല്ലാവർക്കും എന്തുണ്ട്? അവരെ എല്ലാവരും ഒന്നാക്കുന്ന ഒരു ഉപദേശമുണ്ട്, അല്ലേ? ആ ഉപദേശം പ്രകാരം വീണ്ടും ജനിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ അപ്പസ്തോല ഉപദേശത്തിൽ കർത്താവിന്റെ തേജസ്സിനെ പ്രാപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർ ഒരു ഭാഗത്തും, AD 325 സംസ്ഥാപിതമായ ട്രിനിറ്റി വിശ്വസിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് ട്രിനിറ്റി നാമത്തിൽ ബൈബിൾ ചെയ്യാത്തൊരു സ്നാനമേറ്റവരും ഒരുപോലെ രൂപാന്തരപ്പെടുമെങ്കിൽ ദൈവം ആരായി? മുഖപക്ഷമുള്ളവനായി. നമ്മളിത് പറയുമ്പോൾ അവർ കുറ്റം വിധിക്കും. പക്ഷെ നമ്മൾ വചനത്തിലില്ലാത്തൊന്നും പറയില്ല. അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ഒരിക്കലും ദൈവത്തിന്റെ വാക്ക് മാറ്റി പറയില്ല എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സഭയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഭൂമിയിൽ പരീക്ഷ വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ എടുക്കും, ചേർത്ത് കൊള്ളപ്പെടും. വെളിപ്പാട് 4 സഭ മേളിലേക്ക് എടുക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. 19 സഭ കർത്താവിനോട് ഒലിവുമലയിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല ആളുകളും പറയും സഭ ഉപദ്രവത്തിലൂടെ കടന്നു പോകും,
ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഭയുണ്ട്. പക്ഷെ കർത്താവിന്റെ കാന്ത മണവാട്ടി എവിടെ പോകില്ല? ഉപദ്രവത്തിൽ പോകയില്ല. അതിന് നമുക്ക് പഴയ നിയമത്തിലൊരു തെളിവ് നമ്മൾ ആദ്യം സംസാരിച്ച ഒരു മനുഷ്യനിലുണ്ട്. പഴയ നിയമത്തിൽ ആദ്യം എടുത്തുകൊള്ളപ്പെട്ട ആളാരാ? ഹാനോക്ക്. ഹാനോക്കിന്റെ പ്രത്യേകത എന്താ? ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടി നടന്നു. എന്ന് വെച്ചാൽ രാവിലെ ദൈവം വരും, ഹാനോക്കെ എഴുന്നേക്കടാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് നടക്കുവാണോ? ആണോ? എന്ന് വെച്ചാൽ അന്നാളിൽ അവന്റെ സൃഷ്ടാവായ ദൈവത്തെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിന്റെ അകതാരിൽ ദൈവം കൊടുത്തിരിക്കുന്ന വെളിച്ചത്തിന് അനുസൃതമായി നേരോടെ അവൻ 300 സംവത്സരം ജീവിച്ചത് കൊണ്ട് ദൈവം എടുത്തു കഴിഞ്ഞപ്പോൾ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹാനോക്കിന് ശേഷം പിന്നെ ആര് വന്നു? നോഹ വന്നു, അല്ലേ? നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? ജനം പെരുകി, സകലമാന വഷളത്തിൽ നിറഞ്ഞു. കർത്താവ് മത്തായി 24 പറയാണ്, നോഹയുടെ കാലം പോലെയാകും മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിൽ. അപ്പം നോഹയുടെ കാലത്ത് എന്ത്? തിന്നും കുടിച്ചും മദ്യപിച്ചും പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും അവലക്ഷണമായി കെട്ട് പെരുമാറി സകലവിധമായ തിന്മയും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അന്നത്തെ പതിപ്പ്. ആ കാലഘട്ടത്തിൽ നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചു. നോഹയുടെ പ്രസംഗം കേട്ട് അരളിയ വെളിനാരും എന്ത് ചെയ്തില്ല? രക്ഷപ്പെട്ടില്ല. ഒന്നോ നോഹ പ്രസംഗിക്കാത്തതുകൊണ്ടല്ല, നാണമില്ലാതെ പ്രസംഗിച്ചു. പരിഹാസം, ഇടത്തും വലത്തും മദ്യപാനികൾ കുപ്പിയും കൈ പിടിച്ചുകൊണ്ട് കള്ളും കുടിച്ച് ആരടിയ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തപ്പോഴും നോഹ ഈ സന്ദേശം തന്നെ പ്രസംഗിച്ചു. മഴ പെയ്യാൻ പോകുന്നു, രക്ഷ പ്രാപിക്കൊണ്ട് പെട്ടത്തിൽ കയറിക്കൊള്ളുക. പണി, ഒരു സ്ഥലത്ത് പണി, പ്രസംഗം, പണി, പ്രസംഗം, പണി, പ്രസംഗം. അങ്ങനെ അവസാനം കർത്താവ് പറഞ്ഞ ന്യായവിധി, വെള്ളത്താലുള്ള ന്യായവിധി വന്നപ്പോൾ ന്യായവിധിയിൽ നിന്നും 8 പേർ രക്ഷപ്പെട്ടുവെങ്കിൽ അവർ ആർക്ക് നിഴലാണ്? മഹോദ്രവത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്ന ജനത്തിന് നിഴലായിട്ടാണ്. ആമേൻ. അതിനു മുമ്പ് ആര് പോയി? ദൈവത്തോടുകൂടെ നടന്നവൻ പോയെങ്കിൽ മഹോദ്രവത്തിൽ സഭ പോകില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന ആ വലിയ കഷ്ടതയുടെ നാളിൽ ഞാനും നിന്നെ കാക്കും. നീ എന്റെ സഹിഷ്ണുതയുടെ വചനം. ഇത് സഹിഷ്ണുതയുടെ വചനമാണ്. നമ്മൾ പരിഹസിക്കപ്പെടുക നമ്മൾ ഈ വചനം അനുസരിക്കുന്നതിന്റെ പേരിൽ. വചനം അനുസരിക്കാത്ത പരിഹാസികൾ അവർ പറയുന്ന അവർ വചനത്തിലില്ലാത്ത കാര്യങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് സത്യവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരെ കളിയാക്കി പരിഹസിക്കുമ്പോൾ ആ പരിഹാസികൾ നോഹയുടെ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയതുപോലെ, ഹല്ലേലൂയ, നാം കർത്താവിന്റെ മഹാ തേജസ്സിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വലിയ വാഗ്ദത്തം നൽകിയിട്ടാണ് പോയത്. അവൻ ഒരിക്കലും വാക്ക് പറഞ്ഞവൻ മാറ്റുകയില്ല, അല്ലേ? വാക്ക് പറഞ്ഞ മാറ്റാത്ത കർത്താവാണ്. നമ്മൾ പാടാറുണ്ട്, മാറാത്തവൻ വാക്കു മാറാത്തവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ശക്തനാണ്. അവനോട് വാഗ്ദത്തം നിവർത്തിച്ച് തന്നെയാകും എന്നുള്ളത് കൊണ്ട്